അപ്പം നമ്മുടെ ക്യാമ്പസുകളിലെ സൗഹൃദങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. സൗഹൃദങ്ങൾ ലിംഗപരമായ അതിർവരമ്പുകൾ, അതായത് ജെൻഡർ ബൗണ്ടറീസ് പാലിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് തടസ്സമാണോ അതോ സംരക്ഷണമാണോ? ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള സൗഹൃദങ്ങൾക്കിടയിൽ ഇസ്ലാമികമായ മര്യാദകൾ എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം? പ്രത്യേകിച്ച് ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന ലേബലിൽ തുടങ്ങുന്ന ബന്ധങ്ങൾ ഇസ്ലാമികമായ ബൗണ്ടറികളെ ലംഘിക്കുന്നുണ്ടോ? എവിടെയാണ് നാം അതിർവരമ്പ് വെക്കേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിക്കൊണ്ടാണ്. ആ ഇണകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന സംഗതികളിൽപ്പെട്ട കാര്യങ്ങളൊന്നാണ്. ഇവിടെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പേരുകൾ നൽകപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായ ലെയറുകൾ, വ്യത്യസ്തങ്ങളായ പേരുകൾ. അവിടെ ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ പേരിലാണെങ്കിൽ അത് പ്രശ്നമില്ലല്ലോ, മറ്റൊരു പേരിലാകുമ്പോഴല്ലുള്ളൂ അതൊരു പ്രശ്നമായി മാറുക എന്നൊക്കെയുള്ള ചിന്താഗതികൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഇതിപ്പോൾ പലപ്പോഴും ലിംഗ വിവേചനത്തെക്കുറിച്ച് പറയുമ്പം അത് കൂടുതലായും ഫോക്കസ് ചെയ്യാറുള്ളത് സ്ത്രീകളിൽ മാത്രമാണ്. പക്ഷേ ആ ഒരു വിവേചനം പുരുഷനും അപ്ലിക്കബിളാണ്, നിർബന്ധമായിട്ടും അവൻ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ഇടപഴകാൻ പറ്റുന്ന ആളുകളെക്കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തു നിസായിലെ 24-ാമത്തെ ആയത്ത് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാതാവ് ഒരു പുരുഷനെ, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയോട് അടുത്തിടപഴകാം, സഹോദരിമാരോട് അടുത്തിടപഴകാം, മക്കളോട് അടുത്തിടപഴകാം. അതോടൊപ്പം തന്നെ ഉമ്മയുടെ സഹോദരിമാർ, ഉപ്പയുടെ സഹോദരിമാർ, വലിയുമ്മ, ഈ ആളുകളോട് മാത്രമാണ്, അല്ലെങ്കിൽ സഹോദരിയുടെ മക്കൾ, ഇത്രയും ആളുകളോട് മാത്രമാണ് അടുത്ത് ഇടപഴകാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുള്ളൂ. മറ്റുള്ള ആളുകളോടൊക്കെ തന്നെയും ഒരു അകലം വിട്ടുകൊണ്ട് പെരുമാറുവാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മൾ സ്കൂളിലോ കോളേജുകളിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ഉണ്ടായേക്കാം, സഹപാഠികൾ ഉണ്ടായേക്കാം, അതിനപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിൽ വരുന്ന പല രീതിയിലുള്ള പല പേരുകളിലുള്ള ബന്ധങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അവിടേക്കൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായ അതിർവരമ്പുകൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. തീരെ സംസാരിക്കാൻ പാടില്ല, അവരെ കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇസ്ലാം ഒരിക്കലും അത്തരത്തിലുള്ള കർശനമായ ഒരു നിയന്ത്രണം മുന്നോട്ട് വെക്കുന്നില്ല. മറിച്ച് അവശ്യ സന്ദർഭങ്ങളിൽ വളരെ അത്യാവശ്യമാണെങ്കിൽ, ആവശ്യമാണെങ്കിലൊക്കെ കാണാനും സംസാരിക്കുവാനുമുള്ള അവസരങ്ങൾ ഇസ്ലാം അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്ന, വ്യക്തിപരമായ ഇടങ്ങളിലേക്ക് കടന്നു വരുന്ന, അതല്ലെങ്കിൽ ആ ബൗണ്ടറിക്ക് ഇപ്പുറത്തേക്ക്, നമ്മൾ വരച്ചിട്ടുള്ള ബൗണ്ടറിക്ക് ഇപ്പുറത്തേക്ക് കടന്നു വരുന്ന ഏതൊരു ബന്ധത്തെയും ഇല്ലാതെയാക്കുവാനും നോ പറയാനും അതിൽ നിന്ന് അകലം പാലിക്കാനും ഒരു മുസ്ലിം സ്ത്രീയും മുസ്ലിം പുരുഷനും, ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഒരു ആൺകുട്ടിയാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും അത്തരത്തിലുള്ളൊരു സമീപനം ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും ആ സമീപനത്തിൽ നിന്ന് മാറിയിട്ട് സുരക്ഷിതമായ അകലം പാലിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യം തന്നെയാണ്.